ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ വന്നത് ജസ്ന സലീം ട്ടാ. ജസ്ന സലീമിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കൃഷ്ണനെ വരച്ചിട്ട് സെയിൽ ചെയ്യൽ, ചിത്രങ്ങൾ വരച്ച് കൊടുക്കുക. ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടി ഹിന്ദു ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുക. ഇതൊരു വളരെ നല്ല കാര്യമാണ്. ഏത് മതമാണെങ്കിലും ശ്രീകൃഷ്ണൻ, എല്ലാ ദൈവവും ഒന്നാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവരുടെ ഇൻ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. അതിലവരെന്താ പറയുന്നത് അറിയോ? ഞാൻ ഇനി മുതൽ തട്ടമിടില്ല, ഇനി ഞാൻ മനുഷ്യനാണ്. തട്ടവും നമ്മൾ ഈ കൃഷ്ണൻ്റെ ചിത്രവും വരയ്ക്കണതിൽ എന്താ ബന്ധം? ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരനൊക്കെ എന്താ അവരുദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഏത് മതം അങ്ങനെയൊന്നുമില്ല. ഏത് മതമാണെങ്കിലും നമുക്കുള്ള കഴിവ് നമുക്ക് സമൂഹത്തിന് മുൻപിൽ കാണിക്കാം. അവർ ശ്രീകൃഷ്ണൻ്റെ പടം വരച്ച് വിറ്റിട്ടാണ് അവർക്ക് വീട് കെട്ടാനുള്ള പൈസ കിട്ടിയത്. അത് വളരെ നല്ല കാര്യമാണ്. എല്ലാ ഹിന്ദു ആൾക്കാരും നിങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷെ നിങ്ങൾ മുസ്ലിം മതത്തിൽ നിന്ന് മാറി ഞാൻ ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇത് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ഇത് മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ, അവർക്കൊരു സങ്കടമായ ഒരു കാര്യമല്ലേ വരിക. ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ എന്താ വിചാരിക്കുക? മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ ശ്രീകൃഷ്ണൻ്റെ പടം വരച്ചപ്പോൾ അവരെ പുറത്താക്കി, മുസ്ലിം സമൂഹത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് വിചാരിക്കുക. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവർക്ക് കലയുണ്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരുടെ വേണേലും വരയ്ക്കാമല്ലോ. ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ തോമസ്. ടൊവിനോ വേറെ മതമാണ്, മമ്മൂട്ടി വേറെ മതമാണ്. ഇപ്പം നമ്മൾക്ക് ഫോണിൽ വാൾപേപ്പർ വയ്ക്കണില്ലേ, ഫോട്ടോ വരയ്ക്കണില്ലേ, നമ്മൾ ബാനർ ഒട്ടിക്കുന്നില്ലേ, കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ചില ഹിന്ദുവിടെ വീട്ടിൽ ദൈവത്തിൻ്റെ പകരം മമ്മൂട്ടിനെ വയ്ക്കണവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആരാധകനെ കൂടിയിട്ട്. അപ്പം മമ്മൂട്ടി മാറുന്നുണ്ടോ? ഈ ഫാൻസായ ആൾക്കാർ മതം മാറുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മതത്തിൽ നിന്ന് വന്നിട്ട് നമുക്കിപ്പോൾ ഏത് മതവും ഇല്ല, ഇതൊക്കെ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി, എന്തിനാണ് ഇത് നാണം കെട്ട പരിപാടിയാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടി വന്ന് ഇങ്ങനെ രണ്ട് മതക്കാരെയും മോശം രീതിയിലാക്കണം. അവിടെ നോക്കുമ്പോൾ ഇത് ശരിയെന്ന് തോന്നും, ഇവിടെ നോക്കുമ്പോൾ ഇത് ശരിയെന്ന് തോന്നും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കലയുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കുക, നമ്മുടെ കല സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് മാറുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു നല്ല കലാകാരിക്ക് പറ്റിയ ഒരു ക്യാരക്ടറല്ല അത്. സമൂഹത്തിന് മുമ്പിൽ ഒന്ന് അവൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ശ്രീകൃഷ്ണനെ വിറ്റ് പൈസ ഉണ്ടാക്കുക, മാർക്കറ്റിംഗ്, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ എത്രയോ വരച്ച 700-600 വിറ്റിട്ടാണ് അവർക്ക് ഏകദേശം 17 ലക്ഷം രൂപ കിട്ടി. അവർ വീട് വെച്ചത് നല്ല കാര്യമാണ്. പക്ഷേ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അപവാദങ്ങൾ വിളിച്ചു പറയേണ്ട ഒരാവശ്യമില്ല. ജസ്ന, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കഴിവ് തെളിയിക്കുക. അല്ലാണ്ട് മതം മാറിയിട്ടാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മോശമാണ്, സമൂഹത്തിന് നിരക്കാത്തതാണ് ചെയ്യുന്നത്. അത് മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരു ഇഷ്ടക്കുറവ് വരും, ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടം. കാരണം നിങ്ങൾ ഫേമസ് ആവാൻ കാരണം നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളെയും കാട്ടി നന്നായി വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യവും പറയുന്ന വാക്കൊക്കെ ശ്രദ്ധിച്ച് വേണം പറയാൻ. ജസ്ന എന്നിട്ട് പറയാണ്, ഇപ്പോൾ അവർ മരിച്ചാൽ തന്നെ അവർക്ക് അന്ത്യവിശ്രമം, എന്താ മീൻസ് മരിച്ചിട്ട് ഖബറടക്ക്, അതുപോലും പള്ളിക്കാർ കയറ്റില്ല, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. ഇവർ ഫേമസ് ആവാൻ വേണ്ടി കാണിക്കുകയാണ്, വേറെ ഒന്നുമില്ല. ഫുള്ള് ഫേമസ് ആവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നാടകം, അഭിനയം, ഇപ്പം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം അഭിനയിക്കാറുണ്ട്. മൊത്തം എല്ലാവരുടെയും സിനിമയിൽ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ.